ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ കർത്താവിൻ്റെ മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി ആയിരിക്കുവാൻ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 5-ാം തിരുവചനം. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈശോ ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ ഗലീലിയിൽ നടന്ന ഒരു സംഭവത്തെ കേട്ട് അതിന് മറുപടി പറയുന്ന ഒരു തിരുവചന ഭാഗമാണിത്. രണ്ട് പ്രാവശ്യം ഈ തിരുവചനം കർത്താവ് പറയുന്നു. 13-ാം അധ്യായം 3-ാം തിരുവചനവും ഇത് തന്നെയാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നോമ്പും ഉപവാസവും ആചരിക്കുന്ന ഈ സമയം നമ്മൾ ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞു പോയ വാക്കുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, സഹോദരന് നന്മ ചെയ്യാത്തതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ നോമ്പും ഉപവാസവും എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ആലോചിക്കണം. നീ നിൻ്റെ ഹൃദയത്തിൽ നിന്നാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളിലേക്ക് പോകുന്നതല്ല, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. കാരണം ഉള്ളിലേക്ക് പോകുന്നതൊന്നും അവൻ്റെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നില്ല, അത് വിസർജിക്കപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഉള്ളിൽ നിന്ന് വരുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ആ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവൻ പറയുന്നതെല്ലാം മധുരമുള്ളതായിരിക്കും. ആ ഹൃദയം കഠിനമുള്ളതാണെങ്കിൽ അവൻ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്നതാകും. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ സഹോദരനോട്, നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാനും ക്ഷമിക്കുകയില്ല. രണ്ടാഴ്ച നമ്മൾ നോമ്പ് പിന്നിടുന്ന ഈ നിമിഷം എല്ലാ തിരക്കുകളിൽ നിന്നും മാറിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ വാക്കുകൾ, ഞാൻ ആരാണ്? ഞാൻ ആരെയെല്ലാം വേദനിപ്പിക്കുന്നുണ്ട്? എൻ്റെ സംസാരം മധുരമുള്ളതാണോ? എൻ്റെ സംസാരം ചതി നിറഞ്ഞതാണോ? ഞാൻ ഇന്നത്തെ ലോകത്തോടൊപ്പമാണ് ജീവിക്കുന്നത് എങ്കിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ദൈവവചനം നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ട സമയമായി. ചെയ്തു പോയതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ട സമയമായി. നാളെ എന്ന് പറയുന്ന ഒരു സമയമില്ല. ഏത് നിമിഷവും നീ എടുക്കപ്പെടാം. അതിനാൽ ഇന്ന് തന്നെ പശ്ചാത്താപത്തോടെ സ്വർഗത്തോടും പിതാവായ ദൈവത്തോടും മാപ്പപേക്ഷിച്ച്
നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടാം, ആത്മശോധന ചെയ്യാം, ചെയ്തു പോയ എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുവാനും സ്വയം പശ്ചാത്തപിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മളെ എളിമപ്പെടുത്തുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.